നമസ്കാരം, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വെച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് യൂട്യൂബിൻ്റെ എഡിറ്റർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കതിന് ചെയ്യേണ്ട, ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഡാഷ്ബോർഡ് കഴിഞ്ഞ് അവിടെ അതിൻ്റെ താഴെയായിട്ട് കണ്ടൻറ്റ് എന്നുള്ള ഓപ്ഷനിലെടുക്കുക. നമുക്ക് ഏത് വീഡിയോ ആണോ കട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഈ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ അതിൽ എഡിറ്റർ ഡീറ്റെയിൽസിൻ്റെ താഴെ അനാലിറ്റിക്സ്, അതിൻ്റെ താഴെ എഡിറ്റർ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനൊരു എഡിറ്റിംഗ് സ്റ്റുഡിയോ ആണ്. വീഡിയോ എഡിറ്റർ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഏരിയ ആദ്യത്തെ ഏരിയ ഒക്കെയാണ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ട്രിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. നമുക്ക് ആദ്യത്തെ ഏരിയ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇത് കട്ട് ചെയ്യാം. ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം പ്ലേ ചെയ്യാനൊക്കെ പറ്റും. ഇതാക്കണ്ടോ, ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാം. അവസാന ഭാഗമാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെച്ച് കട്ട് ചെയ്യാം. അതുപോലെ നമുക്കിനി ഇതിൻ്റെയൊക്കെ നടുവിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ക്ലിക്ക് വേണ്ടുന്ന ഭാഗം, നമുക്ക് ആവശ്യമുള്ള ഭാഗം ഏതാണോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ കട്ട് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റും. പ്ലേ ചെയ്തിട്ട് നമ്മളത് കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം ഈ ടിക്ക് മാർക്ക്, കട്ട് എന്നുള്ളത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഏരിയ അവിടുന്ന് ഡിലീറ്റ് ആവും. അതിനുശേഷം നമുക്ക് ഇത് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്ത് നോക്കിയതിന് ശേഷം അത് കറക്റ്റ് അല്ലായെങ്കിൽ നമുക്ക് വീണ്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ കറക്റ്റ് പൊസിഷൻ വെച്ചതിന് ശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കിയിട്ട് കറക്റ്റ് പൊസിഷൻ നമുക്ക് വേണ്ടുന്നത് വീണ്ടും പ്ലേ ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ ഇട്ട് സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ പ്ലേ ആവും. ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഭാഗങ്ങൾ കറക്റ്റ് ആയതിനു ശേഷം നമുക്ക് ഇവിടെ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ബോക്സ് വരും. അവിടെ വീണ്ടും ഒരു സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോസസ്സിങ്ങിലായിരിക്കും. ഒരിക്കൽ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ചെറിയ മിസ്റ്റേക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപകരിക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയ പോർഷൻസ് കണ്ടുപിടിക്കുക. ആ ഏരിയാസിന് നമുക്ക് ഇതുപോലെ ട്രിം ആൻഡ് കട്ട് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഏരിയാസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വീഡിയോ വളരെ ഭംഗിയാക്കാൻ പറ്റും. ഓക്കെ.